2 കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനമാണ്. വിശുദ്ധ പൗലോസ് പറയണത് കേട്ടോ. ഈ ലോകത്തിൻ്റെ ദേവൻ, അതായത് സുഖത്തിൻ്റെ ദേവൻ, നമ്മളെ പാപത്തിൽ ബന്ധിക്കുന്ന ദേവൻ, ജഡത്തിൻ്റെ ദേവൻ, ഈ ലോകത്തിൻ്റെ ദേവൻ, നമ്മുടെ ശരീരത്തിൻ്റെ ദേവൻ, അതായത് നമ്മളെ സുഖത്തിന് വേണ്ടി നമ്മളെ ബന്ധിച്ചിടുന്ന ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കാത്തവരെ, വചനത്തിൽ വിശ്വസിക്കാത്തവരെ, ദൈവകൽപ്പനകളിൽ ആശ്രയിക്കാത്തവരെ അന്ധരാക്കിയിരിക്കുന്നു. അവർക്ക് ബുദ്ധിയുണ്ട് എന്നാൽ ചിന്തിക്കാൻ പറ്റുന്നില്ല. അവരുടെ സമയം പോകുന്നത് അവരറിയുന്നില്ല, അവർ പഠിക്കുന്നില്ല, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, അവർ ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. കാരണം അവര് കണ്ണുണ്ടായിട്ടും ബുദ്ധിയുണ്ടായിട്ടും അവര് അന്ധകാരത്തിൽ കഴിയുകയാണ്. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. കർത്താവിൻ്റെ സുവിശേഷം നമുക്ക് വിടുതൽ നൽകുന്നതാ, മോചനം നൽകുന്നതാ. ഏത് പൈശാചിക പീഡയാണെങ്കിലും അതിൽ നിന്ന് മോചനം നൽകാൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് പ്രഘോഷിക്കപ്പെട്ടാൽ മതി.